പോലീസിലെ വിവാദ നായകനായ എം.ആർ. അജിത് കുമാറിന് ADGPയിൽ നിന്ന് DGP ആയി പ്രൊമോഷൻ കിട്ടാനുള്ള അവസരം ഒരുക്കിക്കഴിഞ്ഞു സംസ്ഥാന സർക്കാർ. DGP ആക്കാനുള്ള പട്ടികയിൽ അജിത് കുമാർ ഇടം നേടിയിരിക്കുകയാണ്. IPS ഓഫീസർമാരുടെ പ്രൊമോഷന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തതാണ് സുരേഷ് രാജ് പുരോഹിതിന്റെയും അജിത് കുമാറിന്റെയും പേരുകൾ. ഈ രണ്ട് പേരുകളും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. ADGP മനോജ് എബ്രഹാം മുൻപ് തന്നെ ഈ പട്ടികയിലുണ്ട്. അപ്പോൾ ഇനി വരുന്ന അടുത്ത 3 ഒഴിവുകളിൽ 1, 2, 3 ക്രമപ്രകാരം മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, എം.ആർ. അജിത് കുമാർ എന്നിവർക്ക് DGP റാങ്ക് കിട്ടും. ഇപ്പോൾ കേന്ദ്ര അനുമതി പ്രകാരം 4 DGPമാർ വേണ്ട സ്ഥാനത്ത് ഒരാൾ അധികമാണ്. പോലീസ് മേധാവി ദർബേഷ് സാഹിബ്, ഫയർഫോഴ്സ് മേധാവി K. പത്മകുമാർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, സഞ്ജീവ് പട്ജോഷി, നിതിൻ അഗർവാൾ എന്നിവർക്കാണ് നിലവിൽ DGP റാങ്ക് ഉള്ളത്. അടുത്ത വിരമിക്കൽ സഞ്ജീവ് പട്ജോഷിയുടേതാണ്. അപ്പോൾ എണ്ണം കേന്ദ്ര അനുമതിക്കനുസരിച്ച് 4 ആകും. അതിനാൽ പുതിയതായി ആർക്കും ആ സമയത്ത് DGP റാങ്ക് കിട്ടില്ല. 2025 ഫെബ്രുവരിയിൽ K. പത്മകുമാർ വിരമിക്കുമ്പോൾ മനോജ് എബ്രഹാമിന് DGP റാങ്ക് കിട്ടും. മേയിൽ പോലീസ് മേധാവി ദർബേഷ് സാഹിബ് വിരമിക്കുമ്പോൾ സുരേഷ് രാജ് പുരോഹിതാണ് DGP ആകേണ്ടത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കേഡറിലാണ്. തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് DGP ആകാം. അല്ലെങ്കിൽ എം.ആർ. അജിത് കുമാറിന് മേയിൽ തന്നെ DGP റാങ്ക് കിട്ടും. അതല്ലെങ്കിൽ 2026 ജൂലൈയിൽ നിതിൻ അഗർവാൾ വിരമിക്കുന്നതുവരെ അജിത്തിന് കാത്തിരിക്കേണ്ടി വരും. ഇതെന്തായാലും പക്ഷേ സർവീസ് നോക്കുമ്പോൾ DGP റാങ്ക് അജിത് കുമാറിന് ഉറപ്പാണ്. പിന്നെ സംശയനിഴലിലായ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുന്നതിലെ അസ്വാഭാവികതയും സുതാര്യതയില്ലായ്മയുമാണ്. ഇതിനകം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന് പേര് നേടിയിട്ടുള്ള എം.ആർ. അജിത് കുമാറിന് ആരോപണങ്ങളും അന്വേഷണങ്ങളും പലതുണ്ടായിട്ടും ക്രിമിനൽ നടപടി നേരിടേണ്ടി വരികയോ സസ്പെൻഷന് വിധേയനാകേണ്ടി വരികയോ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് പാത്രമാവേണ്ടി വരികയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. ചുമതലകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും അതൊന്നും അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ലെന്ന് വരുത്താൻ സംസ്ഥാന സർക്കാരിന്റെ സഹായവും വേണ്ടത്ര കിട്ടിയിട്ടുണ്ട്. IPS പ്രൊമോഷൻ മാനദണ്ഡത്തിലെ 11 പരിശോധിച്ചാൽ ഇവയാണ് അതിൽ പറയുന്ന വ്യവസ്ഥകൾ. At the time of consideration of the cases of officers for promotion of such officers in the zone of consideration falling under the following categories should be specifically brought to the notice of the concerned screening committees. അതുപ്രകാരം officers under suspension, officers in respect of whom a charge sheet has been issued and disciplinary proceedings are pending, officers in respect of whom prosecution for criminal charges is pending. പക്ഷേ സസ്പെൻഷനിലായിട്ടില്ല, കുറ്റപത്രം വന്നിട്ടില്ല, ക്രിമിനൽ നടപടികൾ നേരിടുന്നില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി അജിത്തിന്റെ പേര് ഉൾപ്പെടുത്താൻ കാരണവും ഇതുതന്നെയാണ്. പക്ഷേ ഇത് മാത്രമാണോ മാനദണ്ഡമാക്കേണ്ടത്? എം.ആർ. അജിത് കുമാറിനെതിരെ നിലവിൽ 3 അന്വേഷണങ്ങളാണ് നടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ വിജിലൻസിന്റെ അന്വേഷണം, തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം, RSS നേതാവ് ദത്താത്രേയ ഹൊസബലയെ കണ്ടത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണോ എന്നുള്ള അന്വേഷണം. നേരത്തെ DGP നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് തുടർന്നുള്ള അന്വേഷണം. തൃശൂർ പൂരത്തിലും RSS കൂടിക്കാഴ്ചയിലും സംശയ നിഴലിലാണെന്ന് അന്വേഷണത്തിൽ കണ്ടതിനാലാണ് തുടർന്നുള്ള അന്വേഷണം വന്നത്. മാത്രമല്ല ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റിയതും DGPയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. അതിനാലാണല്ലോ CPIയും RJDയും ആവശ്യപ്പെട്ടിട്ടും ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം വൈകിയത്. DGP റിപ്പോർട്ട് കൊടുത്തതോടെ മാറ്റുകയും ചെയ്തു. എന്നാൽ സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാവുമെന്ന കാര്യവും DGP പ്രൊമോഷൻ അടുത്തു എന്നുള്ള കാര്യവും ഒക്കെ ഉള്ളതിനാൽ ബ്ലാക്ക് മാർക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ മാറ്റമോ എതിർ റിപ്പോർട്ടോ ഒന്നും അച്ചടക്ക നടപടിയുടെ ഭാഗമാക്കാതെ സർക്കാർ സഹായിക്കുകയായിരുന്നു. അതായത് സ്ക്രീനിംഗ് കമ്മിറ്റി മുൻപാകെ അജിത് കുമാർ ക്ലീൻ. എന്നാൽ കേസില്ലാത്തതും അച്ചടക്ക നടപടിയോ മെമ്മോ ഇല്ലാത്തതും മാത്രമായിരുന്നില്ല സ്ക്രീനിങ്ങിൽ പരിഗണിക്കേണ്ടത്. അത് കൃത്യമായിട്ട് IPS ഓഫീസർമാരുടെ പ്രൊമോഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാനദണ്ഡത്തിൽ പറയുന്നുമുണ്ട്. പ്രൊമോഷനിലെ 4ാം വ്യവസ്ഥ 4.1, 4.2, 4.3 അതായത് മേലധികാരി നൽകുന്ന ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ആ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യങ്ങൾ അത് അതിപ്രധാനമായ കാര്യങ്ങളാണ്. പേപ്പർ ടു ബി പുട്ട് അപ്പ് ഫോർ കൺസിഡറേഷൻ ഓഫ് കമ്മിറ്റീസ് എന്നാണ് 4ാമത്തെ വ്യവസ്ഥയിൽ പറയുന്നത്. അതനുസരിച്ച് ദ ACR ഫോൾഡർ ഷുഡ് ബി ചെക്ക് ടു വെരിഫൈ വെദർ ദ ACRs ഫോർ ഇൻഡിവിജ്വൽ ഇയേഴ്സ് ആർ അവൈലബിൾ. ഇഫ് ദ ACR ഫോർ എ പർട്ടിക്കുലർ ഇയർ ഈസ് നോട്ട് അവൈലബിൾ ആൻഡ് ഫോർ വാലിഡ് ജസ്റ്റിഫൈഡ് reason it cannot be made available, a certificate should be recorded to that effect and placed in the folder. 4.3 പറയുന്ന കാര്യമാണ് the integrity certificate on the lines indicated below should be furnished to the committees constituted to consider cases for promotion or confirmation. The records of service of the following officers who are to be considered for promotion bar confirmation in the grade have been carefully scrutinized and it is certified that there is no doubt about their integrity. അതായത് integrity എന്ന വാക്ക് അതിപ്രധാനമാണ്.
കേസുകൾ മാത്രമല്ല ഓവറോൾ സർവീസ് റെക്കോർഡും ഇൻറ്റഗ്രിറ്റിയുമാണ് ഇത് പ്രകാരം പരിഗണനാ വിഷയം. അതായത് സർവീസ് റെക്കോർഡ് സുതാര്യമായതും സത്യസന്ധമായതുമായിരിക്കണം, അതിൻ്റെ പരിശോധനയും ആ രീതിയിലുള്ളതായിരിക്കണം. 7(1), 7(2), 7(3) എന്ന വ്യവസ്ഥകളും നിർണായകമാണ്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്ന ഭാഗമാണ് ഇതും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 7(3) എന്നുള്ള വ്യവസ്ഥയാണ്. ബിഫോർ മേക്കിംഗ് ദ ഓവറോൾ ഗ്രേഡിംഗ് ദ കമ്മിറ്റി ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വെദർ ദ ഓഫീസർ ഹാസ് ബീൻ അവാർഡഡ് എനി മേജർ ഓർ മൈനർ പെനാൽറ്റി ഓർ വെദർ എനി ഡിസ്പ്ലഷർ ഓഫ് എനി ഹയർ അതോറിറ്റി ഹാസ് ബീൻ കൺവേഡ് ടു ഹിം. Similarly, the committee would also take note of the commendations received by the officer during his service career. The committee would also give due regard to the remarks indicated against the column of integrity. ഇത് കൃത്യമായിട്ട് 7(3) എന്ന വ്യവസ്ഥയുണ്ട്. അതായത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ADGP MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ടിൻ ഹെഡായ, അതായത് മേലധികാരിയായ പോലീസ് മേധാവി റിപ്പോർട്ട് കൊടുത്ത കാര്യം പൊതുസമക്ഷത്തിലുള്ളതാണ്. മേലധികാരിക്ക് അതൃപ്തി ഉണ്ടായതുകൊണ്ടല്ലേ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റിയതും ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് നീക്കിയതും? അല്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് തോന്നിക്കാണും. പക്ഷേ സർക്കാർ സംശയനിഴലിലാകാൻ ഇത് ധാരാളമാണ്. അതായത് IPS ഓഫീസർമാരുടെ പ്രൊമോഷന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ, അതിൽ പരിഗണനയിൽ എടുത്തത് സ്ക്രീനിംഗ് കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ കേസുകൾ ഇല്ല എന്നുള്ളതും ചാർജ് ഷീറ്റ് ഇല്ല എന്നതും സസ്പെൻഷന് വിധേയനായിട്ടില്ല എന്നതുമാണ്. പക്ഷേ മറ്റു വ്യവസ്ഥകൾ സൗകര്യപൂർവ്വം മറക്കുകയാണോ കാണാതെ പോവുകയാണോ ഉണ്ടായത്? ഒരു മെമ്മോ പോലും ഇഷ്യൂ ചെയ്യാതെ ഉദ്യോഗസ്ഥനെ സഹായിച്ചെന്ന് മാത്രമല്ല, 3 അന്വേഷണങ്ങൾ നേരിടുന്ന DGP എതിർ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ DGP ആയി പ്രൊമോഷൻ കിട്ടാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയും സഹായിച്ചതാണല്ലോ ഈ കാണുന്നതെല്ലാം. പ്രൊമോഷൻ തടഞ്ഞാൽ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് നേടുമെന്ന ന്യായം പറഞ്ഞ് തലയുരുകയും ചെയ്യുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അതായത് എല്ലാം കൃത്യമായിട്ടും ചട്ടം പാലിച്ചുമാണ് നടത്തിയിട്ടുള്ളത് എന്ന് മന്ത്രി P. രാജീവ് പോലും പറയുമ്പോൾ IPS ഓഫീസർമാരുടെ പ്രൊമോഷന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അതുകൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.